അങ്ങനെ നമ്മുടെ 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം പുരോഗമിക്കുമ്പോൾ നമ്മുടെ സ്റ്റുഡിയോയിൽ കുറച്ച് ഗസ്റ്റുകളുണ്ട്. സാധാരണ നമ്മൾ ഇവിടുത്തെ മത്സരാർത്ഥികളാണ് ഗസ്റ്റായിട്ട് വരാം. ഇന്ന് പക്ഷേ കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ്, സെലിബ്രിറ്റീസ് എന്നൊക്കെ പറയാം. അപ്പോൾ ആദ്യം നമുക്ക് അതിൽ പലരും സുപരിചിതരാണ് എങ്കിലും നമ്മുടെ TCVയുടെ പ്രേക്ഷകർക്ക് വേണ്ടി അവരുടെയൊക്കെ പേരൊന്നുകൂടി ചോദിക്കാം. സാനിയ, ദീപ്തി കല്യാണി, ശീതൽ ശ്യാം, ഹൻസിക, നന്ദന. എങ്ങനെയുണ്ട് കലോത്സവ വേദികളെല്ലാം ചുറ്റി കണ്ടോ? ഓൾമോസ്റ്റ് ചുറ്റിക്കണ്ടു. കാരണം ഈ ഒരു 4ാമത്തെ ദിവസം ആയതുകൊണ്ട് ഈ 1, 2, 3, 4 ഇവിടെ തന്നെ ഉണ്ട് ഞാൻ. സോ ഞങ്ങള് ശീതളൊക്കെ ഇന്ന് വന്നിട്ടേ ഉള്ളൂ. കാരണം ശീതൾ ഇപ്പം എറണാകുളത്ത് ആയതുകൊണ്ട് ബിസിയാണ്, കിട്ടാനില്ല. അപ്പോൾ ശീതൾ ഇന്ന് എത്തിയിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ തൃശ്ശൂർ നടക്കുക, ഇവരെല്ലാവരും തൃശ്ശൂർകാരാണ് കേട്ടോ. അപ്പോൾ തൃശ്ശൂർ നടക്കുക എന്ന് പറയുമ്പോൾ അത് കുറച്ച് എക്സ്ട്രാ സ്പെഷ്യലാണ്. നമ്മളാണ് ആതിഥേയരെ, നമ്മളാണ് അവരെ വരവേൽക്കുന്നത്. അപ്പോൾ എത്രത്തോളം എല്ലാ അറേഞ്ച്മെന്റ്സ് ഒക്കെ കണ്ടിട്ട് എത്രത്തോളം നന്നായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്? തൃശ്ശൂർ നമ്മൾ പൊളിക്കുമല്ലോ. ഇത് ഇപ്പം കലോത്സവം എന്ന് മാത്രമല്ല, തൃശ്ശൂർ ജില്ല എന്ത് തന്നെ കൊണ്ടുവന്നാലും നമ്മളത് പൊളിക്കും. അപ്പോൾ അവർ നല്ല രീതിയിൽ തന്നെയാണ് വരവേറ്റിട്ടുള്ളത്. സോ ബാക്കിയൊക്കെ ശീതൾ. അല്ല, തൃശ്ശൂർ ഇപ്പോഴും ഒരു ഉത്സവത്തിൻ്റെ നഗരമാണ്. എനിക്ക് തോന്നുന്നു സാംസ്കാരിക നഗരം എന്നുള്ള രീതിയിൽ തൃശ്ശൂരിന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അതിലുപരി ഈ ഒരു നഗരത്തിൽ ഇത്തരത്തിലുള്ളൊരു കലോത്സവം 2018 ശേഷമാണ് വരുന്നത്. അപ്പോൾ അത്രയും വർഷങ്ങൾക്ക് ശേഷം ഇതിന് വരുമ്പോൾ ഒരു പുതുമ കൂടിയുണ്ട്. കാരണം ആഫ്റ്റർ കൊറോണ നമ്മുടെ ഈ സമൂഹം വളരെയധികം മുൻപോട്ട് പോയിട്ടുണ്ട്. അത് കലയുടെ കാര്യത്തിൽ മാത്രമല്ല, ടെക്നോളജിയുടെ കാര്യത്തിലൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് വളരെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് പുതിയ തലമുറയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അത് അവർ നല്ല രീതിയിൽ തന്നെ അത് എടുത്തു കൊണ്ടുവന്ന് കലയിലൂടെ അവർ പ്രസൻറ്റ് ചെയ്യുന്നു. മോണാക്ട് പഠിപ്പിച്ച സാറാണ് ഈ മായേനെ മോണാക്ട് പഠിപ്പിച്ചത്. അങ്ങനെയാണ് അവരത് കണ്ടത്. അത് വളരെ സന്തോഷം. എനിക്ക് തോന്നുന്നു നമ്മുടെ സൊസൈറ്റി എങ്ങനെയാണോ ഇൻക്ലൂഷനിലേക്ക് പോകുന്നത്, സൊസൈറ്റി എങ്ങനെയാണോ സോഷ്യൽ ചേഞ്ചിലേക്ക് വരുന്നത്, അത് ശരിക്കും കലയിലൂടെ കുട്ടികൾ എടുക്കുന്നു എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ ഞങ്ങളൊക്കെ ഈ പൂരപ്പറമ്പിൽ വലിയധികം പരിഹാസങ്ങളും കളിയാക്കലുകളൊക്കെ നേരിട്ടുള്ള ആളുകളാണ്. പക്ഷേ ഇന്ന് ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങളുടെ അതിഥികളായിട്ടാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. അത് വളരെ അഭിമാനത്തോടു കൂടിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഓരോ കുട്ടികളും അത്തരത്തിലുള്ള കലാ പ്രകടനങ്ങൾ അത് സ്റ്റേജിലൂടെയും അവരുടെ കഴിവിലൂടെയൊക്കെ പുറത്തു കൊണ്ടുവരുമ്പോൾ ഒത്തിരി സന്തോഷം. അപ്പം ഞാനിപ്പോൾ ഇന്നിവിടെ വന്നപ്പം ഒരു 2 മാതാപിതാക്കൾ എന്നെ ക്ഷണിച്ചു. അവരുടെ മകൾ ഒരു ഫോക്ക് ഡാൻസ് ചെയ്യുന്നുണ്ട്. അത് റാം കെയർ ഓഫ് ആനന്ദി, അഖിൽ പി ധർമ്മജൻ്റെ റാം കെയർ ഓഫ് ആനന്ദിയിലെ കഥാപാത്രം മല്ലിയാണ്. ശീതൾ അവിടെ സ്റ്റേജിലുണ്ടെങ്കിൽ ഒത്തിരി സന്തോഷമാണെന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ മാക്സിമം വരാമെന്ന് പറഞ്ഞു. അപ്പം അത്രത്തോളം കുട്ടികളും മാതാപിതാക്കളും ഈ സൊസൈറ്റിയും വളരെയധികം മാറി. അതിലുപരി ഞങ്ങൾക്ക് ആ മാറ്റത്തോടൊപ്പം നിൽക്കാൻ കഴിയുന്നുണ്ട്. അത് ഒത്തിരി സന്തോഷം. കലയെന്നുള്ള രീതിയിൽ ഇപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ഒരു സമയത്ത് അപമാനിക്കപ്പെട്ടവരും നീക്കി നിർത്തപ്പെട്ടവരായിരുന്നു. പക്ഷേ ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾ അതിന്മേലൊക്കെ ചവിട്ടിക്കേറിയാണ് നിൽക്കുന്നത്. അത് വളരെ അഹങ്കാരത്തോടെയും അഭിമാനത്തോടെയുള്ള നിൽപ്പാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. വലിയ വലിയ മാറ്റങ്ങൾ കലയിലൂടെ നമ്മുടെ കുരുന്നുകൾ സംസ്ഥാന കലോത്സവ വേദിയിൽ കൊണ്ടുവരാണ്. അത് ഒരുപാട് അവരുടെ ഒരു കമ്മ്യൂണിറ്റീനെ റെപ്രസെൻറ്റ് ചെയ്ത് അതിനായി ഒരു മോണാക്ട് അവതരിപ്പിച്ച്, അല്ലെങ്കിൽ ഇപ്പോൾ റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്ന അതിൽ അവതരിപ്പിക്കുന്നു. അങ്ങനെ അവർക്കൊരു വലിയ വോയിസ് ആണ്, അതൊരു വലിയ ചേഞ്ച് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ TCVക്ക് വേണ്ടി, TCVയുടെ പ്രേക്ഷകർക്ക് വേണ്ടി സംസാരിച്ചതിന്, ഞങ്ങളോട് കുറച്ച് നേരം ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു.